ഹലോ. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ പരിപാടികൾ, പെരുന്നാൾ അങ്ങനെ കിട്ടിയതൊന്നും വിടുന്നില്ല. എല്ലാം പോയി ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു വരവ് ഇങ്ങനെ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെരുന്നാൾക്കായിട്ട് അങ്ങനെ വരാറോ അങ്ങനെയൊന്നുമില്ല. അവിടെ പൊന്നുൻ്റെ ലീവിൻ്റെ സമയത്ത് ഇപ്പോഴാണ് സ്കൂളിൽ പോയി തുടങ്ങി. ഇനി കിൻഡർ ഗാർഡനിൽ ലീവ് കിട്ടുന്ന സമയത്തിനൊക്കെ ആയിരിക്കും മിക്കവാറും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരല്. വരുന്ന സമയത്തിന് ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ കിട്ടിയ അവസരം എന്തായാലും മുതലാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ പാവറട്ടി പെരുന്നാൾക്ക് വന്നതാട്ടോ. പാവറട്ടി പെരുന്നാൾക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ ആയി. പക്ഷെ ഞാൻ വീഡിയോ ഇപ്പോൾ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇപ്പോഴൊക്കെയാണ് കേട്ടോ. കാരണം ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊന്ന് സൈഡാക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ഞാനിതൊക്കെ ഒന്ന് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ പാവറട്ടി പെരുന്നാൾക്ക് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇതിന് മുന്നേ പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഏട്ടനും പൊന്നും ഉണ്ടായിരുന്നു. പൊന്നൊന്ന് ഭയങ്കര കുഞ്ഞിയായിരുന്നു. ആ സമയത്ത് വെടിക്കെട്ടും പിന്നെ അവിടുന്ന് ഊട്ടും ഒക്കെ കഴിച്ചിട്ടാണ് അന്ന് നമ്മൾ പോന്നിരുന്നത്. അന്ന് നമുക്കവിടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ ഡെയിലി വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം. ഒരു വർഷം മുന്നേ നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വൈഫിൻ്റെ വീട് പാവർട്ടിയിലാണ്. അപ്പോൾ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഓടി വന്നതാണ്. വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വന്നു ഒരുവിധം അടുത്താണ്. അപ്പോൾ നമുക്ക് കൂട്ടം തെറ്റി വീട്ടിലേക്ക് പോകാൻ വഴി അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനും വരണം തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് തന്നെ പോകാമല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്യാങ്ങൊക്കെ ആയിട്ടാണ് പോയത്. കാരണം ഈ തിരക്കിൻ്റെ ഉള്ളിൽ കുറച്ചധികം ആൾക്കാരായിട്ട് ഗ്യാങ് പിടിച്ച് പോകാമെന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എവിടെ നോക്കിയാലും എല്ലാവരുടെ കയ്യിൽ വിഷറിയും കാര്യങ്ങളൊക്കെയാണ്. ഞാനും വിഷറി തപ്പി കുറച്ച് നടന്നു ഞങ്ങൾ. പക്ഷേ വിഷറി കിട്ടിയില്ല. പിന്നെയാണ് പറയുന്നത് പള്ളിയുടെ അങ്ങ് സൈഡിലായിരുന്നു വിഷറി ഉണ്ടായിരുന്നതെന്ന്. എന്തായാലും പോട്ടെ, വിഷറിയൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടു നിന്ന് കുറേ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഇങ്ങനെ പൂവൊക്കെ വീഴുന്നത് ഡ്രോണിൻ്റെ അടുന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. ഊട്ട് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം അവിടെ പോയിട്ട് ഇവിടെ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഊട്ട് കഴിക്കാൻ ഇപ്രാവശ്യം പറ്റിയില്ല. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ചോറിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ഞാൻ. പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കച്ചവടത്തിൻ്റെ സൈഡിലൊക്കെ കുറേ അങ്ങ് തപ്പി നിറഞ്ഞു കിടന്നു. പ്രത്യേകിച്ച് ഒരു ഐറ്റത്തിനല്ല, എന്നാലും കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരിക എന്ന് പറയുന്നത് എന്താ പറയുക, പെൺകുട്ടികളുടെ ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടിയാണല്ലോ. ഞാൻ നോക്കി നടന്ന് പൊന്നൂന് ഒരു മാല കിട്ടി. അത്ര ഭയങ്കര വില എന്നൊന്നും പറയാനില്ല. സാധാരണ ചില പള്ളികളിലൊക്കെ കച്ചവടക്കാരുടെ അടുത്ത് ഭയങ്കര റേറ്റാണ്. ഇതിപ്പോൾ വലിയൊരു ഇടവക അങ്ങനെ വലിയൊരു പള്ളി അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വില കുറവുണ്ടായിരുന്നു സംഭവത്തിനൊക്കെ. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സിന്ദൂരത്തിൻ്റെ ചിങ്കാറ് അതും പിന്നെ പൊന്നൂന് മാലയും അത്ര ഇനി വാങ്ങിച്ചോളൂ കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ ഒരു ക്ലിപ്പും വാങ്ങിച്ചു. അതല്ലാതെ വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കുറേ നമുക്ക് വാങ്ങിക്കാനായിട്ട്. അത് കാരണം തന്നെ ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. ചൂട് കാരണം കൊണ്ടാണ് ക്ലിപ്പ് വാങ്ങിച്ചത്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ ചൂടത്ത് വേർത്തൊലിഞ്ഞ് നമുക്ക് കുളിച്ച പോലെയാവും ഇട്ട ഡ്രസ്സൊക്കെ. പിന്നെ കുറേ തിക്കിലും തിരക്കിലേക്കും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒരു ക്ലിപ്പ് വാങ്ങിച്ചത്. മുടിയൊന്ന് പൊക്കിയാട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കോളമുള്ള ഒരു ഞാര് തന്നെ ഇട്ടിട്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരമൊന്നും നിന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ അതെല്ലാം കണ്ട് കുറച്ച് ബലൂണും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാണാനും ഒക്കെ എല്ലാ കൗണ്ടറുകളും ഉണ്ടായിരുന്നു. വെള്ളം, ഐസ്ക്രീം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പള്ളിയിലൊക്കെ കച്ചവടക്കാരൊക്കെ ഭയങ്കര കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിന്നെ വലിയ ഒരു ഇടവും കൂടിയാണ്, അതൊരു കാര്യമാണ്. അങ്ങനെ പൊന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വിധമൊക്കെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വൈബായിരുന്നു. പക്ഷെ ആളുണ്ടായിരുന്നില്ല. ആളും ചേട്ടനില്ല. അതിന് ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.